സിദ്ധു പറഞ്ഞതിനെ ഞാനൊന്ന് പുഞ്ചിരിച്ചു കൊടുത്തു. ഇനി ഞാൻ പറയാം. ഞാൻ അതും പറഞ്ഞ് എല്ലാവരെയും നോക്കിയതും അവരെല്ലാം ഒരു കഥ കേൾക്കാൻ എന്ന പോലെ ഇരുന്നു. ഞാനും അച്ഛനും അമ്മയും എൻ്റെ അബിയും ചേർന്ന ഒരു കൊച്ചു കുടുംബമായിരുന്നു എൻ്റെ. ലവ് മാരേജ് ആയതുകൊണ്ട് തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബക്കാർ ഞങ്ങളെ അടിച്ച് പുറത്താക്കി. കാരണം ജാതി വേറെ. അച്ഛൻ്റെ സുഹൃത്ത് ഒരു ശങ്കർ വീട്ടിലൊക്കെ എപ്പോഴും വരും. നല്ല സ്നേഹമായിരുന്നു. അയാളുടെ മകൻ നന്ദൻ. രണ്ടുപേരും നല്ല പെരുമാറ്റവും സ്നേഹവും ഒക്കെയായിരുന്നു. എൻ്റെ അമ്മ ഒരു അധ്യാപികയാണ്. അച്ഛൻ ബിസിനസ്. അച്ഛന് ഒരുപാട് സ്വത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ 10ൽ പഠിക്കുമ്പോൾ ഒരു ദിവസം ശങ്കർ വന്നത് ഒരു ആംബുലൻസ് ആയിട്ടാണ്. അതിൽ എൻ്റെ അച്ഛൻ്റെ ജീവനറ്റ ശരീരവുമായിരുന്നു. അന്ന് ഹൃദയം പൊട്ടിക്കരഞ്ഞ ഞങ്ങൾക്ക് അവർ മാത്രമേ ഉണ്ടായുള്ളൂ ഒന്ന് സമാധാനിപ്പിക്കാൻ. ആരുമില്ലാത്ത ഞങ്ങൾക്ക് കൂട്ടായി ശങ്കറും അയാളുടെ മകൻ നന്ദൻ അവരുടെ അമ്മയും കൂടി. അന്ന് ദൈവതുല്യരായിരുന്നു അവർ. പിന്നീട് അവരുടെ കൂടെയായിരുന്നു താമസമൊക്കെ. അമ്മ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോഴും അച്ഛൻ്റെ ബിസിനസ്സൊക്കെ നോക്കി നടത്തിയത് അന്ന് ശങ്കറും നന്ദനുമായിരുന്നു. വിശ്വസ്തനായ സുഹൃത്ത് അതായിരുന്നു അവരന്ന്. അമ്മയ്ക്കൊന്നും അറിയില്ല. എങ്ങനെ ഓഫീസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ അച്ഛൻ ഒരുപാട് പറഞ്ഞതാണത്രേ. അമ്മയോട് അതൊക്കെ പഠിക്കാൻ. അന്ന് അമ്മ അതൊന്നും വേണ്ടാന്ന് വെച്ചു. ഞാൻ +2 ഒക്കെ ആയതും നന്ദൻ്റെ പെരുമാറ്റം എനിക്ക് ഒരുപാട് അസ്വസ്ഥതയുണ്ടാക്കി. ആരോടും പറഞ്ഞില്ല ഞാൻ. എൻ്റെ തോന്നലാണെങ്കിലോ എന്നൊക്കെ ചിന്തിച്ചു. ഒരു ദിവസം ഞാൻ റൂമിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ കാലിൽ ആരോ തൊടുന്നതായി തോന്നിയപ്പോൾ പെട്ടെന്ന് കാൽ വലിച്ചുകൊണ്ട് നോക്കിയതും ആടി നിൽക്കുന്ന നന്ദനെയാണ് കണ്ടത്. എന്നെ അവൻ കയറി പിടിക്കാൻ ശ്രമിച്ചു. ഒരുപാട് അലറി കരയാൻ ശ്രമിച്ചു. പക്ഷേ ഒന്നിനും കഴിഞ്ഞില്ല. എൻ്റെ ഭാഗ്യം കൊണ്ടാകും അപ്പോൾ അമ്മ വന്നത്. അമ്മയെ കണ്ടതും അവൻ പോയി. അന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരുപാട് കരഞ്ഞു. എന്നെ ഒരുവിധം സമാധാനിപ്പിച്ചുകൊണ്ട് അമ്മ ശങ്കറിനോട് കാര്യം പറയാൻ പോയപ്പോൾ നന്ദനോട് ശങ്കർ പറയുന്ന കാര്യങ്ങൾ കേട്ടതും അമ്മ തറച്ചു നിന്നുപോയി. കൂടെ നിന്ന് ചതിക്കുകയായിരുന്നു അവർ. അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് സ്വത്തുക്കളെല്ലാം എൻ്റെ പേരിൽ എഴുതിയത് കൊണ്ട് അവർ ഞങ്ങളെ നോക്കിയത്. 18 അതെല്ലാം അവരുടെ പേരിലേക്ക് മാറ്റാൻ. മരിക്കുന്നതിന് മുമ്പ് ഇവരുടെ ചതി അച്ഛൻ അറിയുമായിരുന്നു പോലും. അതെല്ലാം കേട്ട് തകർന്നു പോയ അമ്മ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ പൊട്ടിക്കരഞ്ഞു. ശബ്ദം കേട്ടുവന്ന അവർക്ക് സത്യമെല്ലാം ഞങ്ങൾ മനസ്സിലാക്കിയെന്ന് മനസ്സിലായി. അന്ന് അവരോട് കയർത്ത് സംസാരിച്ച അമ്മയെ അവർ ഒരുപാട് തല്ലി. അപ്പോഴാ അവരൊരു സത്യം കൂടെ പറഞ്ഞത്. എല്ലാ സത്യവും അച്ഛൻ മനസ്സിലാക്കിയത് കൊണ്ട് അവനാ എൻ്റെ അച്ഛൻ്റെ ജീവൻ എടുത്തത്. അതുപോലെ ഞങ്ങളെ കൊല്ലാനും ഒരു മടിയില്ലെന്ന് പറഞ്ഞു. മരിക്കാൻ അമ്മയ്ക്ക് പേടിയില്ലായിരുന്നു. പക്ഷേ ആ കഴുകൻ കണ്ണുകൾ എനിക്ക് നേരെ നീളുന്നതായിരുന്നു അമ്മയ്ക്ക് പേടി. അടങ്ങി നിന്നില്ലെങ്കിൽ മുന്നിൽ വെച്ച് തന്നെ മകളുടെ മാനം കളയുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി. അന്നു മുതൽ റൂമിൽ മാത്രമായി ഒതുങ്ങിക്കൂടി. അമ്മ പേടി കൊണ്ട് എന്നെ പുറത്തേക്ക് ഇറക്കിയേയില്ല. അബിയും ഞാനും റൂമിൽ തന്നെ ഒതുങ്ങി. ചെറിയ കുട്ടിയായിരുന്നു അബി. കളിക്കേണ്ട പ്രായം. ആ റൂമിലെ ഇരുത്തം അവന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ആ വീടിന് പുറത്തേക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല. പലപ്പോഴായി നന്ദൻ എൻ്റെ അടുത്തേക്ക് വന്നു. ഓരോ പ്രാവശ്യവും അമ്മ രക്ഷിച്ചു. അവൻ്റെ വരവ് ഒരുപാട് കൂടിയപ്പോൾ അമ്മയ്ക്ക് പേടിയായി. ഇനിയും ഇങ്ങനെ അവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലായപ്പോൾ അവരൊക്കെ ബിസിനസ് ആവശ്യത്തിന് പുറത്തു പോയ സമയം അവൻ്റെ കൂട്ടാളികളെ മുഴുവൻ കണ്ണുവെട്ടിച്ച് എന്നെയും അബിയെയും കൂട്ടി അമ്മ അവിടെ നിന്ന് ചാടി. അന്ന് ചെന്നുപെട്ടത് എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലായിരുന്നു. കീർത്തി. ഒരാഴ്ചയോളം ആരും അറിയാതെ അവളുടെ വീട്ടിൽ താമസിച്ചു. പക്ഷേ നന്ദൻ എൻ്റെ എല്ലാ കൂട്ടുകാരികളുടെ വീട്ടിലും ചെല്ലുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ കീർത്തിയെപ്പോലും അറിയിക്കാതെ അവളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ പോന്നു. അന്ന് ചെന്നുപെട്ടത് നന്ദൻ്റെ മുന്നിലായിരുന്നു. പല വണ്ടികളിലും ഓടി, പല വഴികളിലും ഓടി. അവസാനം ചെന്നെത്തിയത് രാമച്ചൻ്റെ വീട്ടുമുറ്റത്തായിരുന്നു. അതും അർദ്ധരാത്രിയിൽ. അവിടെ ഉമ്മറത്ത് തന്നെ കിടന്നുറങ്ങി. പിന്നീട് അവിടെ തന്നെ കൂടുകയായിരുന്നു. അവരുടെ നല്ല മനസ്സുകൊണ്ട്
ഞങ്ങൾ അവിടെ തന്നെ താമസം തുടങ്ങി. അവർക്ക് മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. രാമച്ചനും അമ്മാമ്മയും മാത്രമായിരുന്നു അവിടെ. ഞങ്ങൾ അവിടെ എത്തിപ്പെട്ടത് എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ അവർക്ക് അലിവ് തോന്നി. ഞങ്ങളുടെ വീടുമായി ഒരുപാട് ദൂരമുണ്ട് അങ്ങോട്ടേക്ക്. ഞങ്ങളെ തേടി ഒരിക്കലും ഇവിടേക്ക് വരില്ലെന്ന സമാധാനമുണ്ടായിരുന്നു. രാമച്ചൻ്റെ സ്കൂളിൽ തന്നെ അമ്മയ്ക്ക് ജോലി നൽകി. അബിയെ സ്കൂളിൽ ചേർത്തു. അവിടെ രാമച്ചൻ്റെ സ്കൂളിൽ +2 ചേർത്തു എന്നെ. ഡിഗ്രിക്ക് അവിടെ വേണ്ട, മാറ്റി നിർത്താം എന്ന് അവർ തന്നെ തീരുമാനമെടുത്തു. അങ്ങനെ ഇവിടെ വന്നു. ഒരുപാടായി അവരുടെ കൺവെട്ടത്ത് പോലും ചെല്ലാറില്ല. ഇന്നിപ്പോൾ എല്ലാം പറഞ്ഞ് നിർത്തിയപ്പോൾ തന്നെ ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. അനു, കരയല്ലേ, ഞങ്ങളൊക്കെ ഇല്ലേടാ. സിദ്ധു അതും പറഞ്ഞ് എന്നെ ചേർത്തു പിടിച്ചു. സിദ്ധു അനു പറഞ്ഞതൊക്കെ കേട്ടതും ആ ചെറ്റകളെ കയ്യിൽ കിട്ടിയ അരിഞ്ഞു കളയാനുള്ള ദേഷ്യമാണ് വന്നത്. ഇങ്ങനെ വഞ്ചിച്ചിട്ട് എന്താ ഇവന്മാർക്ക് കിട്ടുന്നത്? സ്വത്തോ? എല്ലാം ആലോചിച്ചതും മനസ്സാകെ പെരുമുറുക്കത്തിലായി. അനുവിനെ നോക്കും തോറും നെഞ്ചു നീറി പുകയാൻ തുടങ്ങി. അനു, കരയല്ലടാ. അനുവിൻ്റെ കരച്ചിൽ കണ്ട് സിത്തുവും ദിയയും കൂടെ കൂടി. കരഞ്ഞോണ്ട് ദിയ പറഞ്ഞപ്പോൾ അവരെ നോക്കി. പിന്നെ അവൾ മുഖം അമർത്തി തുടച്ചു. ഓരോന്നും പറഞ്ഞ് നിങ്ങളെ കൂടെ കരയിപ്പിച്ചല്ലേ. അനു അതും പറഞ്ഞ് ചിരിക്കാൻ ശ്രമിച്ചതും സിത്തു അവളുടെ തലക്കിട്ടൊന്ന് കൊടുത്തു. മതി ഇവിടെ കണ്ണീർ പുഴ ഒഴുക്കിയത്. പോയേ നെക്സ്റ്റ് പീരീഡ് ക്ലാസ്സിൽ കയറിക്കോ. ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യവുമില്ലെന്ന് തോന്നിയപ്പോൾ എല്ലാത്തിനെയും ആട്ടിപ്പറഞ്ഞു വിട്ടു. ഡാ, അവനെ ഇനിയും പ്രതീക്ഷിക്കാം. അരുൺ പറഞ്ഞതിനോട് യോജിച്ച് കിച്ചുവും കൂടെ തലയാട്ടി. എന്തായാലും പണി വരും. അവൻ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചേ പോകൂ. ആര്? നമ്മുടെ കയ്യിൽ നിന്നാ? തിരിച്ചു കിട്ടാതെ നോക്കിക്കോ നീ. കിച്ചുവിനെ തട്ടിക്കൊണ്ട് അരുൺ പറഞ്ഞതും കിച്ചു അവൻ്റെ പുറം ചെണ്ട കൊട്ടി. എടാ, കോൺഫിഡൻസ് കളയലടാ പട്ടി. ഓ പിന്നെ നീ ചിരിപ്പിക്കലടാ കുട്ടാ. അരുൺ അതും പറഞ്ഞ് മുഖം പൊത്തി ചിരിച്ചതും കിച്ചു ഇരുന്ന കസേരയെടുത്ത് അവന് നേരെ ഓങ്ങിയതും അരുൺ ഓടി. എടാ നിക്കടാ പുഞ്ഞാര മോനെ, അൻ്റെ നാവ് ഞാൻ അരിയും. വെക്കടാ എൻ്റെ കസേര. പെട്ടെന്ന് ക്യാൻറ്റീൻ ചേട്ടൻ വന്ന് ഒച്ചയിട്ടതും കിച്ചു ഇളിച്ചുകൊണ്ട് കസേര അവിടെ തന്നെ വെച്ചു. ആഹാ, അവൻ്റെ ഒരു തല്ല്. ചേട്ടൻ കള്ളക്കലിപ്പിൽ പറഞ്ഞതും കിച്ചു ഏട്ടൻ്റെ തോളിൽ കൂടെ കൈയിട്ട് അവിടെ ഇരുന്നു. അരുണും വന്നു. പിന്നെ പറയട്ടെ, എന്തൊക്കെയുണ്ട്? കുറേ ആയല്ലോ കണ്ടിട്ട്. ക്യാൻറ്റീൻ നടത്തുന്ന ചേട്ടനാണ്, ഒരു പാവാണ്. ഞങ്ങളുമായി നല്ല കമ്പനി ആട്ടോ. പിന്നെ കുറേ നേരം അവിടെ കത്തിയടിച്ചു. ഇന്ന് ഫുൾ അനു മൂഡൗട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബാക്കിയൊക്കെ അതേപോലെ ശോകമൂകം. നാളെ ഇങ്ങനെയാണെങ്കിൽ ഒന്നിനോട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു വിട്ടു. പിറ്റേന്ന് അനുവിന് നല്ല മാറ്റം ഉണ്ടായി. പഴയ പോലെ തന്നെ ആള് നല്ല ഉഷാറായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ പകുതി സമാധാനവുമായിരുന്നു. കിച്ചുവും അരുണും ഞാനും കൂടെ ക്ലാസ്സിലേക്ക് നടക്കുമ്പോഴാണ് അനുവും ദിയയും കൂടെ വരുന്നത് കണ്ടത്. കൂടെ സിത്തു ഇല്ലാത്തത് കൊണ്ട് ഇതെന്താ കഥ എന്ന മട്ടിൽ ഞങ്ങൾ പരസ്പരം ഒന്ന് നോക്കി. എന്നിട്ട് അവരുടെ അടുത്തേക്ക് വിട്ടു. എവിടെ സിത്തു? അവള് ക്ലാസ്സിലായിരുന്നേട്ടാ. ചുണ്ടു ചുളുക്കി പറയുന്ന അനുവിനെ കണ്ടതും എനിക്ക് ചിരി പൊട്ടി. അതെന്താ അവള് മാത്രം ക്ലാസ്സില്? നിങ്ങൾക്ക് ക്ലാസ്സൊന്നും ഇല്ലേ? ഞങ്ങളെ ഗെറ്റ് ഔട്ട് അടിച്ചു അൻവർ സാറ്. അതിപ്പോ എന്തിന്? ഇവളെ സാറിനെ വായി നോക്കിയിരുന്നതിന്. ഒന്ന് പോടി, നീ പിച്ചുകൊണ്ടല്ലേ സാർ ഗെറ്റ് ഔട്ട് അടിച്ചത്. എന്നിട്ട് എന്നെ കുറ്റം പറയണ്ട കേട്ടോ. അനു എന്തോ പറയാൻ വന്നതും ഞാൻ കൈ ഉയർത്തി. വേണ്ട വേണ്ട വേണ്ട, തല്ലുകൂടാതെ കാര്യം പറ. അത് സിദ്ധുവേട്ടാ. ദിയ വിരൽ കടിച്ചു പറഞ്ഞതും അനു നീ പറ. ഞാൻ അതും പറഞ്ഞ് അനുവിന് നേരെ തിരിഞ്ഞു. ദേ, ഇവൾക്കേ ഒരു പീരീഡും ക്ലാസ് ഇഷ്ടമല്ല, അക്കൗണ്ടൻസി മാത്രം ഇഷ്ടം. എന്താനു, അവൾക്ക് അതാകും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വിഷയം. എൻ്റെ പൊന്ന് കിച്ചേട്ടാ, അതൊന്നും അല്ല കേട്ടോ. അക്കൗണ്ടൻസി അൻവർ സാറാണ്. അങ്ങേരെ നോക്കിയിരിക്കാനാണ് ഇവൾക്ക്. ദിയ, അപ്പോൾ നീ ഇതുവരെ അത് വിട്ടില്ലേ? അപ്പം നിനക്ക് സാറിന് ഇഷ്ടമാണോ?
അരുൺ ഞെട്ടിക്കൊണ്ട് ചോദിച്ചതും ഞങ്ങളും അതേ ഭാവത്തോടെ അവളെ നോക്കി. അത് പിന്നെ എനിക്ക് ആദ്യം മുതൽക്കേ സാറിനോടൊരു ചെറിയ ക്രഷുണ്ട്. അമ്പടി കേമി. ഞാൻ താടിക്കും കൈവച്ച് പറഞ്ഞതും അവൾ തല താഴ്ത്തി ഇളിച്ചു. എന്നിട്ട് ബാക്കി പറ. ആവേശം കൂട്ടാതെ കിച്ചേട്ടാ. സിത്തു ഇല്ലാത്ത പറയുന്നത് അവൾ അറിഞ്ഞാൽ പിന്നെ സ്വൈര്യം ഉണ്ടാവില്ല. അവളെ കൂട്ടാതെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അനുവിനെ ഇളിച്ചു കൊടുത്തുകൊണ്ട് കിച്ചു ദിയയോട് പറയാൻ പറഞ്ഞു. എനിക്കിഷ്ടം അങ്ങനെ. ദിയയുടെ മുഖം ഒക്കെ ഒന്ന് ചുവന്നു വന്നിരുന്നു അത് പറഞ്ഞപ്പോൾ. അത് കണ്ടതും ഞാൻ അനുവിനെ ഒന്ന് പാളി നോക്കി. അവളിൽ ഒരു മാറ്റവുമില്ല. നാളെ അവൾ എൻ്റെ മുമ്പിൽ ഇങ്ങനെയല്ലേ നിൽക്കുക, നാണിച്ച് മുഖം ചുവന്ന് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ കുളിര് കയറുന്നു. ഞാൻ അവളെ നോക്കി നിന്നതും പെട്ടെന്ന് ഒരു കൈ എൻ്റെ മുന്നിലൂടെ പോയി. അരുണേ, ഇവൻ സ്വപ്നലോകത്താണ്. അതെ, ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് വിചാരിക്കരുത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായ ഇടിക്കെന്തടാ. ഞാൻ അവരെ പുച്ഛിച്ച് തിരിഞ്ഞതും ദിയയും അനുവും ഇതെന്താ എന്ന മട്ടിൽ അന്തം വിട്ട് നോക്കി നിൽക്കുക. ദിയ, എന്നാ ഇനി സാറിനോട് പറയുന്നത്? എനിക്ക് പേടിയാ. അങ്ങേരെ എന്നെ കണ്ടാൽ തന്നെ അപ്പ കലിയിളകും. അതങ്ങനെ ആകാതെ ഇരിക്കോ? ഇവള് ഒരു പീരീഡ് പോലും മര്യാദയ്ക്ക് ഇരിക്കൂല. സാറിനെ നോക്കിയിരിക്കും. ക്വസ്റ്റ്യൻ ചോദിച്ചാലോ അറിയത്തുമില്ല. അനു ദിയയെ നുള്ളിക്കൊണ്ട് പറഞ്ഞതും ദിയ പോഴി പട്ടി എന്ന് പറഞ്ഞ് മുഖം തിരിച്ചു. എൻ്റെ പൊന്ന് ദിയ, സാറിനും കുറച്ചിഷ്ടമൊക്കെ തോന്നണ്ടേ? അതിന് ഇങ്ങനെ അലമ്പായ തോന്നില്ലെന്നേ. അരുൺ ക്ലാസ് എടുത്ത് കൊടുക്കാൻ തുടങ്ങി. ഞാൻ നന്നാവാനൊക്കെ വിചാരിക്കും, പക്ഷേ അങ്ങേരെ കണ്ടാൽ പിന്നെ വേറൊന്നും ഓർമ്മയില്ല. നിഷ്കളങ്കമായി ദിയ പറഞ്ഞത് കേട്ടതും ഞാൻ പൊട്ടി വന്ന ചിരി അടക്കി പിടിച്ചു. അത് കണ്ടതും അവൾ എന്നെ തള്ളിക്കൊണ്ട് സിദ്ധുവേട്ട കളിയാക്കല്ലേ. ഇല്ല എൻ്റെ പൊന്നോ. ആദ്യം പൊന്നുമോള് ക്ലാസ്സിൽ നന്നാവാൻ നോക്ക്. അപ്പോൾ സാറിന് ഇതൊക്കെ വരും. ആദ്യമേ പിടിച്ചങ്ങോട്ട് കയറിക്കോ. പറഞ്ഞതിനോട് യോജിച്ച് ഞങ്ങളും തലയാട്ടി. അപ്പോൾ ശരി, വൈകുന്നേരം മരച്ചോട്ടിൽ വെച്ച് ബാക്കി. ഇപ്പോൾ ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ട്. അരുൺ അതും പറഞ്ഞു നിന്നതും രണ്ടും ക്യാൻറ്റീനിലേക്ക് പോകാൻ പറഞ്ഞു. അതെ, നെക്സ്റ്റ് അവർ ക്ലാസ്സിന് കയറിക്കോണം. രണ്ടും തലയാട്ടി സമ്മതിച്ചുകൊണ്ട് പോയി. അനു, എടി പട്ടിയോളെ, എന്നെ ഒറ്റയ്ക്കാക്കി പോയില്ലേ? മിണ്ടൂല്ല ഞാൻ. നെക്സ്റ്റ് അവർ ക്ലാസ്സിന് വന്നപ്പോൾ തന്നെ സിത്തു അതും പറഞ്ഞു പിണങ്ങി. എൻ്റെ പൊന്നു സിത്തു, ഇവൾ ഒച്ച വെക്കൂന്ന് ഞാൻ വിചാരിച്ചോ? അത് ശരി, ഞാൻ ഒച്ച വെച്ചതാണോ പ്രശ്നം? അമ്മാതിരി നുള്ളല്ലേടി നുള്ളിത്. അപ്പം എങ്ങനെ ഒച്ച വെക്കാതിരിക്കും? അതും പറഞ്ഞതും ഞാൻ ദിയെ ഒന്ന് ഇളിച്ചു കൊടുത്തോണ്ട് സിത്തുവിനെ ഇക്ലിയാക്കി. കൂടെ ദിയേയും കൂടി. വിടടി. എന്നാ മിണ്ട്. ആ മിണ്ടാന്ന് പറഞ്ഞതും ഞങ്ങൾ കൈയെടുത്ത് ഗുഡ് ഗേൾ എന്ന് പറഞ്ഞ് അവളുടെ കവളിൽ പിച്ച് കൊടുത്തു. വൺ കണ്ടീഷൻ. സിത്തു കൈ കെട്ടിയിരുന്ന് പറഞ്ഞതും ഞങ്ങൾ എന്തെന്ന മട്ടിൽ നോക്കി. സമൂസ മേടിച്ചു തന്നാ മിണ്ട. ഓ ആയിക്കോട്ടെ. സാറ് വന്നതും സിത്തു സമൂസ ചോദിച്ചതും ഒപ്പമായോണ്ട് സമ്മതിച്ചു കൊടുത്തു. എന്നത്തെയും പോലെ പക്ക ബോർ ക്ലാസ് തന്നെ. ഇങ്ങനെ പോയാൽ എങ്ങനെ പാസ്സാകും എന്നൊരു ഐഡിയ പോലുമില്ല. ക്ലാസ് കഴിഞ്ഞതും സിത്തു ഞങ്ങളെയും വലിച്ചുകൊണ്ട് ക്യാൻറ്റീനിലേക്ക് വിട്ടു. സമൂസ കഴിച്ചു കഴിഞ്ഞിട്ട് മരച്ചോട്ടിലേക്ക് വിട്ടു. എടിയേ, ഏട്ടൻസ് എവിടെ? ആ, എനിക്കതെങ്ങനെ അറിയാം? സമയം കുറെ ആയല്ലോ. ഇവരിതെവിടെ? ഇന്ന് രാവിലെ കണ്ടതല്ലേ അവരെ? സാറ് ഗെറ്റ് ഔട്ട് അടിച്ചപ്പോൾ ഞങ്ങൾ കണ്ടായിരുന്നു. ഓഹോ, ആ അത് പറഞ്ഞപ്പോഴാ ഓർമ്മ വന്നത്. എന്ത്? ദിയ ഏട്ടൻസിനോട് പറഞ്ഞു അവൾക്ക് ഇഷ്ടമാണ് സാറിനെ എന്ന്. ഞാൻ പറഞ്ഞത് കേട്ടതും സിത്തു ഞെട്ടിക്കൊണ്ട് ദിയെ ഒരു നോട്ടം. പിന്നെ അപ്പോൾ പറഞ്ഞതൊക്കെ വള്ളി പുള്ളി വിടാതെ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേനും അവരും വന്നു. നിങ്ങൾ എവിടെയായിരുന്നു? അവരെ കണ്ടതും ഞങ്ങൾ ചോദിച്ചു. അത് നിങ്ങൾക്കൊക്കെ ചെറിയൊരു പണി, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു. അതെന്താ? ചെറിയൊരു ഫ്രഷേഴ്സ് ഡേ. സിദ്ധുവേട്ടൻ പറഞ്ഞതും ഞങ്ങൾ മൂന്നും ഇരുന്നിടത്ത് നിന്ന് എണീറ്റു. അതൊന്നും ഇല്ലെന്ന് കരുതി സമാധാനിച്ചതാ. ഞങ്ങളും അപ്പോൾ ചുണ്ടു ചുളുക്കി അവരെ നോക്കി. എല്ലാരെയും കിട്ടാൻ വെയിറ്റിംഗ് ആയിരുന്നു. പണി വരുന്നുണ്ടവറാച്ചാ. കിച്ചുവേട്ടൻ അതും പറഞ്ഞ് ചിരിച്ചതും ഞങ്ങൾ ഇരുന്നിടത്ത് തന്നെ വീണ്ടും ഇരുന്നു കൃതാപ്തനായി.